പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ പരിശുദ്ധവും പരിപാവനവുമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ തിരുവചനങ്ങളെ കേട്ട് ധ്യാനിപ്പാൻ, ഹൃദിസ്ഥമാക്കുവാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന നല്ലവനായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അല്പനേരം പാദപീഠത്തിലിരുന്ന് കേൾക്കാം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കേണ്ടതിന് വേണ്ടി വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ 12-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനവും 27-ാമത്തെ തിരുവചനവും ചേർത്ത് വച്ച് വായിക്കുകയാണ്. 13-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. അതിൻ്റെ 27-ാമത്തെ വാക്യം: എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് വളരെ ഗഹനമായ ഒരു പഠനമാണ്, ഒരു ചിന്തയാണ് ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ആളുകൾ വർഗീയമായ വേർതിരിവുകളോ ചേരിതിരിവുകളോ, ഒരുപക്ഷെ വംശീയമായ ഏതെങ്കിലും വിധത്തിലുള്ളതായ വേർതിരിവുകളോ ചേരിതിരിവുകളോ, സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങളോ, അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ സാംസ്കാരികമായ ഉച്ചനീചത്വങ്ങളോ ഒക്കെ വച്ചു പുലർത്തുന്നവരാണ്. ആദിമസഭയിലും ഇതുണ്ടായിരുന്നു. എല്ലാവരും ക്രിസ്തുവിൽ ഏക ശരീരമായി മാമോദീസായിലൂടെ ഒന്നാക്കപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ ഭാഗമായി തീർന്ന നിലയ്ക്ക് അതിനകത്ത് യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഏക ശരീരമായി ഒരു ശരീരത്തിലെ പല അവയവങ്ങളെപ്പോലെ പരസ്പര പൂരകങ്ങളായി വർത്തിക്കേണ്ടതാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ അന്ന് അങ്ങനെ ആളുകൾ പലപ്പോഴും കണ്ടില്ല. മുമ്പ് ദാസന്മാരായിരുന്നവരെ ക്രിസ്തുവിൽ ഒന്നായ ശേഷവും ദാസന്മാരായി കാണുന്ന ശീലമുണ്ടായിരുന്നു. മുമ്പ് അടിമകളായിരുന്നവരെ ക്രിസ്തുവിൽ ഒന്നാക്കപ്പെട്ട ശേഷവും അടിമകളായി കാണുകയും അടിമകളോടെന്ന പോലെ അവരോട് പെരുമാറുകയും ചെയ്യുന്ന ഒരു ശീലമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് അതിനെ തിരുത്തുകയാണ്. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ്, പിന്നെ അവിടെ ഉച്ചനീചത്വങ്ങൾ പാടില്ല. ആളുകൾക്ക് പല ആരോഗ്യസ്ഥിതിയായിരിക്കും, പല വിദ്യാഭ്യാസ യോഗ്യതയായിരിക്കും, പല വർഗഗുണങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കാം, പല വംശീയമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ സഭയെ കാണേണ്ടത് ഒരു മനുഷ്യ ശരീരം പോലെയാണ്. ഈ ശരീരത്തിൽ തന്നെ ചെറുതും വലുതുമായ പല അവയവങ്ങളുണ്ട്. എല്ലാ അവയവങ്ങളുടെയും പ്രവൃത്തി ഒന്നല്ല. എന്നാൽ ഒരവയവവും അപ്രധാനമല്ല, ഒരവയവവും അമിത പ്രാധാന്യം അവകാശപ്പെടാനുമില്ല. ഈ ശരീരത്തിലെ അവയവങ്ങളെല്ലാം ഒന്നായി ചേരുന്നതിൻ്റെ ഒരു പേരാണ് ശരീരം. അവയവങ്ങളെ ഏതെങ്കിലും ഒന്നിനെ മുറിച്ച് മാറ്റി നിർത്തിയാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലാതിരിക്കുന്നിടത്തോളം അത് ശരീരം എന്ന് പറയാനൊക്കില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എല്ലാ അവയവങ്ങളും ഒന്നായി നിൽക്കുമ്പോഴാണ് ഒരു ശരീരം അതിൻ്റെ പൂർണ്ണതയിൽ ആയിത്തീരുന്നതെങ്കിൽ ക്രിസ്തുവിൽ പരിശുദ്ധ മാമോദീസായിലൂടെ ഒന്നായി ചേർക്കപ്പെട്ട സകല വിശ്വാസികളും ഉച്ചനീചത്വങ്ങളില്ലാതെ, സാമൂഹിക വേർതിരിവുകളില്ലാതെ, വംശീയ വേർതിരിവുകളില്ലാതെ, അടിമയെന്നോ ഉടമയെന്നോ ഉള്ള വേർതിരിവില്ലാതെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കപ്പെടുന്ന ഒരനുഭവമാണ് ക്രിസ്തീയ സഭയിൽ ഉണ്ടായിരിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അന്ന് ഇത് ഉണ്ടായിരുന്നുവെന്ന് പറയുമ്പോൾ അതുപോലെ അല്ലെങ്കിൽ പോലും ഇന്നും അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും പല ആളുകളെയും ക്രിസ്ത്യാനി എന്ന നിലയിൽ ഉൾക്കൊള്ളുവാൻ മറ്റു ചിലർക്ക് കഴിയുന്നില്ല. പലരും പലപ്പോഴും പലരോടും പെരുമാറുന്നത് വളരെ ഹീനമായ നിലകളിലാണ്. ചിലരെ തുച്ഛീകരിക്കാനും ചിലരെ പാർശ്വവൽക്കരിക്കാനും ചിലരെ മാറ്റി നിർത്താനുമൊക്കെ ഇന്നും ആളുകൾക്ക് താല്പര്യം കൂടുതലാണ്.
ഞങ്ങളെന്തോ യോഗ്യതയും ക്ലാരിറ്റിയും ഒക്കെ കൂടുതലുള്ള ആളുകളാണെന്ന് സ്വയം വിധിക്കുകയും മതിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇന്നും ധാരാളമുണ്ട്. ഒപ്പം ഞങ്ങൾ ഇന്നും അധകൃതരെ പോലെ ഒഴിഞ്ഞു നിൽക്കേണ്ടവരാണെന്ന് സ്വയം വിധിച്ച് മാറി നിൽക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. ആ ചിന്താഗതി കുറെയെല്ലാം മാറി വരുന്നുമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. ക്രിസ്തു അതിൻ്റെ തലയാണ്. ഇതിനകത്തുള്ള ഒരാളെപ്പോലും അവഗണിക്കാൻ പാടില്ല, ഒരാളെപ്പോലും മാറ്റി നിർത്താൻ പാടില്ല, ഒരാൾ പോലും ഇതിനകത്ത് നൊമ്പരപ്പെടാൻ പാടില്ല, ഒരാൾ പോലും ഇതിനകത്ത് ഉപേക്ഷിക്കപ്പെടാനും പാടില്ല. ഇതിനകത്ത് ഒരാളും മർദ്ദകനായി മാറരുത്, ഒരാളും ഞാനാണ് ഇതിൻ്റെ ഭരണാധികാരി എന്ന് പറയരുത്. എല്ലാവർക്കും തുല്യ സ്ഥാനമാണ്, എല്ലാവർക്കും തുല്യ പങ്കാളിത്തമാണ്, എല്ലാവർക്കും തുല്യ വിലയാണ്, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് ബോധമുണ്ടാകണം. എല്ലാവരുടെയും താല്പര്യപ്രകാരം നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ എല്ലാവരുടെയും താല്പര്യപ്രകാരം നയിക്കേണ്ടവരാണ്. നയിക്കാൻ ഒരാളെ തിരഞ്ഞെടുത്താൽ ആ ആൾ നയിക്കുന്നതിനനുസരിച്ച് മറ്റുള്ള എല്ലാവരും നയിക്കപ്പെടേണ്ടവരാണ്. നേതൃത്വം കൊടുക്കുവാൻ ഒരാളെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തിട്ട് ഞാൻ അയാളെ അംഗീകരിക്കില്ല എന്ന് മറ്റൊരാൾ പറയുന്നത് തെറ്റാണ്. നേതൃത്വം കൊടുക്കുവാൻ എല്ലാവരും കൂടെ തിരഞ്ഞെടുത്ത ഒരാൾ ഞാനാണ് സർവാധികാരി, ഇനി ഞാൻ പറയുന്നതും ഞാൻ നിർദ്ദേശിക്കുന്നതും മാത്രമാണ് ഇവിടുത്തെ നിയമമെന്ന് ഒരാൾ നിർദ്ദേശിക്കുന്നതും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും അംഗീകരിക്കാൻ പറ്റില്ല. യേശുക്രിസ്തുവിൻ്റെ സഭയെ സംബന്ധിച്ച് എല്ലാവരെയും ഒന്നായി കാണാനുള്ള മനസ്സും മനോഭാവവും ഉണ്ടാകണമെന്നാണ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. നേതൃസ്ഥാനത്ത് അപ്പോസ്തല സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണാനും എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാനും എല്ലാവരെയും ഒരേപോലെ ബഹുമാനിക്കാനും എല്ലാവർക്കും ഒരേപോലെ പങ്കിടാനും അപ്പോസ്തലനായ പൗലോസ് മനഃപൂർവ്വം ശ്രമിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ ശാസിക്കേണ്ടവനെ ശാസിക്കാനും ശിക്ഷിക്കേണ്ടവനെ ശിക്ഷിക്കാനും അമർച്ച ചെയ്യേണ്ടവനെ അമർച്ച ചെയ്യാനും ഒപ്പം കൂട്ടി നിർത്തുവാനും നീക്കി നിർത്തേണ്ടവനെ നീക്കി നിർത്താനും ഒക്കെ പൗലോസ് അപ്പോസ്തലൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് സഭയുടെ സുഗമമായ ഒഴുക്കിനും മുന്നേറ്റത്തിനും അത്യന്തം ആവശ്യമായിരുന്നത് കൊണ്ട് അദ്ദേഹം ചെയ്തതാണ്. നമ്മൾ പലപ്പോഴും പ്രിയപ്പെട്ടവരെ സ്വാർത്ഥത കൊണ്ടോ അഹന്ത കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഉച്ചനേതൃത്വം കൊണ്ടോ സാംസ്കാരികമായ ഔന്നത്യം കൊണ്ടോ ഒക്കെ പല ആളുകളോടും നമുക്ക് ഈ നാളുകളിൽ പുച്ഛമുണ്ട്. ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും അവരെ ആയിരിക്കുന്ന നിലയിൽ ക്രൈസ്തവ സഹോദരനായി സഹോദരിയായി ക്രിസ്തുവിലുള്ള ആത്മസ്നേഹത്തോടെ ഉൾക്കൊള്ളുവാൻ ഇന്ന് പലർക്കും കഴിയുന്നില്ല. ഈ ഒരു നിലപാട് മാറണമെന്നും ക്രിസ്ത്യാനി എല്ലാവരെയും അങ്ങേയറ്റം ബഹുമാനിക്കണമെന്നുമാണ് യേശു ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ഈ പാഠഭാഗം നമുക്ക് ചില വ്യക്തമായ ഓർമ്മപ്പെടുത്തലുകൾ സൂചനകളൊക്കെ നൽകുന്നുണ്ട്. ഒരു ശരീരത്തിലെ അവയവങ്ങൾ എന്ന നിലയിൽ ദൈവമക്കൾ തമ്മിൽ ബഹുമാനിക്കണം, തമ്മിൽ കരുതണം, തമ്മിൽ ദ്വേഷിക്കരുത്, തമ്മിൽ വേദനിപ്പിക്കരുത്. ഒന്നാമതൊരു ചിന്ത, ഒരു ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ ഒരിക്കലും കലഹിക്കാറില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഒരു ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ ഒരിക്കലും കലഹിക്കാറില്ല. കലഹിച്ചാൽ നമുക്കത് ഊഹിക്കാവുന്നതിനപ്പുറത്താണ്. കണ്ണും കാലും തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ ശരീരത്തിന് പിന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. സംഭവിക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. എങ്കിലും വഴക്കുണ്ടാക്കിയാൽ പിന്നെ കാല് പറയുന്നത് കണ്ണനുസരിക്കുന്നില്ലെങ്കിൽ, കണ്ണ് പറയുന്നത് കാലനുസരിക്കുന്നില്ലെങ്കിൽ, കണ്ണും കാലും പരസ്പരം വിരുദ്ധതയോടെ പെരുമാറുന്നുവെങ്കിൽ ആ ശരീരത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ കലഹിക്കാറില്ല. ഒരു സാധനം കൈകൊണ്ടെടുക്കണമെങ്കിൽ ഈ കയ്യിലെ വിരലുകളെല്ലാം ഒരുമിച്ച് പരസ്പരം അംഗീകരിച്ച് പ്രവർത്തിക്കണം. തള്ളവിരൽ പണിമുടക്കിയാൽ മറ്റ് വിരലുകൾ കൊണ്ട് ഒരു സാധനം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുപോലെ മറ്റ് വിരലുകൾ പണിമുടക്കിയാൽ തള്ളവിരൽ കൊണ്ടൊരു സാധനം ചുരുട്ടിയെടുക്കാൻ കഴിയില്ല. ഈ വിരലുകളെല്ലാം പരസ്പര പൂരകങ്ങളായി വർത്തിക്കുമ്പോഴാണ് ഈ കൈ അതർഹിക്കുന്ന നിലയിൽ പ്രയോജനകരമായി തീരുന്നത്. രണ്ട് കൈ കൊണ്ടും എടുത്തുയർത്തേണ്ട ഒരു സാധനം എടുത്തുയർത്താൻ ഒരു കൈ സഹകരിച്ചില്ലെങ്കിൽ സാധ്യമാകില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ശരീരത്തിലെ അവയവങ്ങളൊന്നും തമ്മിൽ കലഹിക്കാറില്ലാത്തതുപോലെ സഭ എന്ന ശരീരത്തിലെ ഒരാളും തമ്മിൽ ഭിന്നിക്കാനോ കലഹിക്കാനോ പാടില്ല.
ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ കലഹിച്ചിട്ട് ശരീരത്തിൻ്റെ പ്രവർത്തനോന്മുഖത നിശ്ചലമാകുന്നത് പോലെ സഭയിലെ ആളുകൾ തമ്മിൽ കലഹിച്ചാൽ സഭയുടെ പ്രവർത്തനോന്മുഖതയും പുരോഗതിയും വളർച്ചയും തടസ്സപ്പെടും. ആധുനിക കാലഘട്ടത്തിൽ സഭയ്ക്ക് വളർച്ചയാണോ തളർച്ചയാണോ ഉണ്ടാകുന്നതെന്ന് നാം പരിശോധിക്കണം. അത് താഴെയറ്റം മുതൽ മുകളിലെ അറ്റം വരെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അഹന്ത കൊണ്ടോ അധികാരമോഹം കൊണ്ടോ ആളുകൾ പരസ്പരം കലഹിക്കുമ്പോൾ കൂട്ടായ്മ നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ സഭയുടെ വളർച്ച മുരടിച്ചു പോകുന്നുണ്ട്. കുഞ്ഞിടവകകളിൽ പോലും ഈ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. ഞാനാണ് ശരി, എൻ്റെ തീരുമാനങ്ങളാണ് ശരി, ഞാൻ അവിടെ ഇരുന്നാലേ ശരിയാകത്തുള്ളൂ, ഞാൻ ഭരിച്ചാലേ ശരിയാകത്തുള്ളൂ എന്നൊരാൾ നിർബന്ധം പിടിക്കുമ്പോൾ അയാൾ കള്ളനാണ്, അയാൾ ചതിയനാണ്, അയാൾ കയ്യിട്ട് വാരുന്നവനാണ്, അയാൾക്കിതിൽ നിന്ന് ലാഭമുണ്ട്, അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ഇരിക്കുന്നത്, അയാളെക്കുറിച്ച് ആർക്കുമെന്നും അറിഞ്ഞുകൂടാ, ഞാൻ അവിടെ ഇരുന്നാൽ അതിനേക്കാൾ മനോഹരമായി എല്ലാം ചെയ്യുമെന്ന് മറ്റൊരാൾ. നിർഭാഗ്യാവശാൽ ഇവർ ജ്യേഷ്ഠനും അനുജനുമാണെന്ന് വന്നാലോ? ഈ രണ്ടുപേരും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി പരസ്പരം പോരടിച്ച് യുദ്ധക്കളം പോലെ ഒരു കൊച്ചിടവകയെ മാറ്റുമ്പോൾ, ഒരു ചെറിയ കൂട്ടായ്മയെ ഭിന്നിപ്പിക്കുമ്പോൾ അതിനൊരിക്കലും വളർച്ച ഉണ്ടാകില്ല, അത് തളർന്നു പോകും. അത് സഭയിൽ മാത്രമല്ല, ഒരു കുടുംബത്തിലും സംഭവ്യമാണ്. സഭയുടെ ഏറ്റവും ചെറിയ ഘടകമാണല്ലോ ഒരു കുടുംബം. പരസ്പരം സ്നേഹിക്കാനോ പരസ്പരം ബഹുമാനിക്കാനോ പരസ്പരം അംഗീകരിക്കാനോ പരസ്പരം കൈത്താങ്ങലാകാനോ കഴിയാത്ത കുടുംബങ്ങൾ തളർന്നും തകർന്നും പോകും. നാൾക്ക് നാൾ അത് അധപ്പതിക്കുകയത്രേ സംഭവിക്കുക. കുടുംബങ്ങളിലുള്ള അതേ നിലപാടാണ് സഭയിലും കൂട്ടായ്മയിലും ഇടവകളിലുമൊക്കെ ആളുകൾ നടപ്പിലാക്കുക. സ്വന്തം വീട്ടിൽ ഭിന്നിച്ച് കഴിയുന്നവർ ഇടവകയിലും സഭയിലും ഭിന്നത അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വച്ചു പുലർത്തും. പിന്നെ അത് മുകളറ്റം വരെ പടർന്നു കയറുകയാണ്. സത്യത്തിൽ അപ്പോസ്തലൻ വിഭാവനം ചെയ്തതും ഓർമ്മിപ്പിച്ചതുമായ കലഹപ്രിയരല്ലാത്ത ആത്മസ്നേഹത്തിൻ്റെ കൂട്ടായ്മ പങ്കിടുന്ന ആളുകളായി സഭാഗാത്രത്തിലെ അവയവങ്ങൾ എന്ന നിലയിൽ വിശ്വാസികൾ പരസ്പരം സ്നേഹിച്ചിരുന്നെങ്കിൽ സഭ ഇന്ന് ലോകത്താകമാനം പടർന്ന് പന്തലിച്ച് വിടർന്ന് വികസിച്ച് വർണ്ണനാതീതമായ ഒരു വടവൃക്ഷത്തേക്കാൾ മനോഹരമായി നിൽക്കുമായിരുന്നു, തലയിളക്കി പുഞ്ചിരി തൂകുമായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, വേദനയല്ലാതെ മറ്റൊന്നും അതേക്കുറിച്ച് പറഞ്ഞു വയ്ക്കാനില്ലല്ലോ. ഇതേക്കുറിച്ച് വീണ്ടും ചിന്തിക്കുമ്പോൾ രണ്ടാമത്, ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ ഒരിക്കലും അവകാശവാദങ്ങൾ പറയാറില്ല. ഞാനാണ് മിടുക്കൻ, ഞാനാണ് യോഗ്യൻ, ഞാനാണ് സുന്ദരൻ, ഞാനാണ് കഴിവുള്ളവൻ, ഞാനാണ് എല്ലാത്തിനും അർഹതയുള്ളയാൾ, അല്ലെങ്കിൽ എനിക്കാണ് മാനം കൂടുതലെന്ന് ഒരവയവം മറ്റൊരവയവത്തെ നോക്കി അവകാശവാദം പറയാറില്ല. പ്രിയപ്പെട്ടവരെ, അവകാശവാദം പറയുന്നുവെങ്കിൽ ഉറപ്പാണ് ആ ശരീരത്തിന് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ ഒരാൾ അവകാശവാദം പറയുമ്പോൾ മറ്റേയാൾ അടിമയെപ്പോലെ അത് കേട്ടുകൊണ്ട് നിൽക്കില്ല, മറ്റേയാളും തൻ്റേതായ അവകാശവാദങ്ങൾ ഉന്നയിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് കുടുംബങ്ങളിൽ നിന്ന് സംഭവിക്കുകയാണ്. ഭർത്താവ് പറയുന്നു, ഞാനാണ് എല്ലാം നയിക്കുന്നത്, ഞാനാണ് അധ്വാനിക്കുന്നത്, പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, ഞാനാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്, ഞാനാണ് പണം കണ്ടെത്തുന്നത്, ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു. അപ്പോൾ ഭാര്യ വകവയ്ക്കുന്നില്ല. നിങ്ങൾ കുറേ പണം കൊണ്ടുവരുന്നുണ്ട്, ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, സത്യമാണ്. പക്ഷേ ഇവിടെ കിടന്ന് അധ്വാനിക്കുന്നത് ഞാനാണ്, പാചകം ചെയ്യുന്നത് ഞാനാണ്, വീട് വൃത്തിയാക്കുന്നത് ഞാനാണ്, പിള്ളേരെ വളർത്തുന്നത് ഞാനാണ്, ഞാനില്ലെങ്കിൽ ഈ കുടുംബം ഇന്നിവിടെ നിശ്ചലമാകുമെന്ന് ഭാര്യ. രണ്ടുപേരുടെയും അവകാശവാദങ്ങൾ സത്യമാണ്. പക്ഷേ ആ അവകാശവാദങ്ങൾ പരസ്പരമുള്ള മത്സരമായി മാറിയാൽ കുടുംബം അവിടെ നിശ്ചലമാകും. എന്നാൽ ഭർത്താവ് പറയണം, എന്നാലാവോളമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും അധികം ചെയ്യുന്നത് നീയാണ്. നിൻ്റെ പരിശ്രമമില്ലെങ്കിൽ, നിൻ്റെ കോർഡിനേഷൻ ഇല്ലെങ്കിൽ, നിൻ്റെ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്ന നല്ല താല്പര്യമുള്ള മനസ്സും നല്ല ഉണർവുള്ള പെരുമാറ്റവുമില്ലെങ്കിൽ നമ്മുടെ കുടുംബം പണ്ടേ നിശ്ചലമായി പോകുമായിരുന്നു. അപ്പോൾ ഭാര്യ പറയുന്നു, എൻ്റെ ചായ, ഞാൻ എൻ്റെ കർത്തവ്യമൊക്കെ ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല, ഞാൻ ഒത്തിരി കുറവുള്ളവളാണ്, ചായനാണ് എല്ലാം ചെയ്യുന്നത്, മനോഹരമായി കാര്യങ്ങൾ നയിക്കുന്നുണ്ടല്ലോ, എന്നെ തിരുത്തുന്നുണ്ടല്ലോ, കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഭാര്യ നിലപാടെടുത്താൽ ഭർത്താവും ഭാര്യയും പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ആ കുടുംബത്തിന് സ്വർഗതുല്യമായ നിലനിൽപ്പും മനോഹരമായ മുന്നേറ്റവും വളർച്ചയും പുലർച്ചയും പൂർണ്ണതയും ഉണ്ടാകും. ഇതുപോലെയാണ് സഭയിലും സംഭവിക്കേണ്ടത്.
പരസ്പരം അവകാശവാദങ്ങൾ ഉന്നയിച്ച് മറ്റുള്ളവരെ ഇകഴ്ത്തിയും ചവിട്ടി താഴ്ത്തിയും മോശക്കാരായി ചിത്രീകരിച്ചും നാണം കെടുത്തിയും ഞാനാണ് ശരി, ഞാനില്ലെങ്കിൽ ഒന്നുമില്ലെന്ന നിലപാടെടുക്കുന്ന ആളുകളാണ് ഈ കാലഘട്ടത്തിൽ സഭാഗാത്രത്തെ നശിപ്പിക്കുന്നത്. അതിനോടൊപ്പം നിന്ന് മത്സരിച്ച് നീ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല, ഞാനുണ്ടായാൽ ധാരാളമായി, കാരണം ഞാനാണെല്ലാം ക്രമപ്പെടുത്തുന്നതെന്ന് മത്സരത്തോടെ പറയുന്ന മറ്റൊരാൾ. എന്നാൽ പരസ്പരം പ്രോത്സാഹിപ്പിച്ചും പരസ്പരം ബഹുമാനിച്ചും പരസ്പരം പ്രചോദിപ്പിച്ചും ഒന്നായി നിന്ന് മുന്നേറാൻ കഴിയുമെങ്കിൽ സഭയിൽ അതാണ് കർത്താവ് ആശിക്കുന്നത്, അപ്പോസ്തലൻ ആശിച്ചത്, പരിശുദ്ധാത്മാവ് പ്രതീക്ഷിക്കുന്നത് പൂർണ്ണതയായി മാറേണ്ടത്. നിർഭാഗ്യവശാൽ ഇത് വീണ്ടും തളർന്നു പോകുന്ന അവസ്ഥയിൽ നമ്മുടെ അഹന്തയോ സ്വാർത്ഥതയോ ഒക്കെ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, ശരീരത്തിലെ അവയവങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ ശരീരത്തിലെ അവയവങ്ങൾ ഒന്നിനെ ഒരിക്കലും ഉപദ്രവിക്കാറില്ല, ഒന്നിനെ തോൽപ്പിക്കാൻ ശ്രമിക്കാറില്ല. അതാണ് സഭയിലെ മക്കളും മനസ്സിലാക്കേണ്ടത്. ഒന്നിനെ ഉപദ്രവിച്ചാൽ പ്രിയപ്പെട്ടവരെ അത് വലിയ ശത്രുതയായി മാറുകയോ ഒരു ഭാഗം ദുർബലപ്പെടുകയോ ഒരു ഭാഗം തളർന്നു പോവുകയോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് കുടുംബങ്ങളിൽ സംഭവിക്കുമ്പോഴെന്താ സംഭവിക്കുക? ഭർത്താവ് ഭാര്യയെ ഉപദ്രവിച്ചാൽ അവൾ തളർന്നു പോകും, ഭാര്യ ഭർത്താവിനെ ഉപദ്രവിച്ചാൽ അവൻ തളർന്നു പോകും. പരസ്പരം തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ കുടുംബം മുന്നോട്ട് പോകില്ല. ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെ ബ്ലോക്കായി നിൽക്കുന്നുണ്ട്. സഭയിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ആളെ കൂട്ടിയും തൻ്റേതായ ചിന്താഗതിക്കനുസരിച്ചുള്ള ആളുകളെ തൻ്റെ പക്ഷം നിർത്തിയും മറ്റുള്ളവരെ തോൽപ്പിക്കാൻ, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്ന ആളുകളുമുണ്ട്. ജ്യേഷ്ഠനും അനുജനും ഒരുമിച്ച് ബിസിനസ് ചെയ്യുമ്പോൾ ജ്യേഷ്ഠനെ പ്രോത്സാഹിപ്പിച്ച അനിയനും അനുജനെ പ്രോത്സാഹിപ്പിച്ച് ജ്യേഷ്ഠനും ഒപ്പം നിന്നാൽ ബിസിനസ് നാൾക്ക് നാൾ പുരോഗമിക്കും. എന്നാൽ ജ്യേഷ്ഠൻ ചിന്തിക്കുന്നു അനുജനെ നിശബ്ദനാക്കണം, അവനെ വളർത്തിവിട്ടാൽ നാളെ ഒരുപക്ഷെ അവനെ എൻ്റെ സ്ഥാനം പിടിച്ചേക്കും, അതുകൊണ്ട് അവനെ നിശബ്ദനാക്കണം. അനുജനെ ഉപദ്രവിച്ചും അനുജനെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റ് ക്രമീകരണങ്ങളൊക്കെ ചെയ്തും ജ്യേഷ്ഠൻ കരുക്കളൊരുക്കുന്നുവെങ്കിൽ ആ ബിസിനസ് ഒരുപാട് കാലം മുന്നോട്ട് പോകില്ല. അനുജനം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ജ്യേഷ്ഠനെ അവിടെ നിന്ന് താഴെ ഇറക്കുക, ജ്യേഷ്ഠനുള്ള മേൽക്കോയ്മ അവസാനിപ്പിക്കുക, ജ്യേഷ്ഠനെ ഏതെങ്കിലും വിധത്തിൽ അറ്റാക്ക് ചെയ്യുക, ജ്യേഷ്ഠനെ നിരന്തരം ഉപദ്രവിക്കുക, ഈ ഒരു നിലപാട് അനുജനെടുത്താൽ ആ ബിസിനസ് ഒരുപാട് കാലം മുന്നോട്ട് പോകില്ല. പ്രിയപ്പെട്ടവരെ, കുടുംബവും അതുപോലെ തന്നെ, സഭയും അങ്ങനെ തന്നെയാണെന്ന് നാം വിലയിരുത്തണം. ഒരാളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാൽ, ഒരാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും ഒരു മുന്നേറ്റം ഉണ്ടാകില്ല. ശരീരത്തിലെ അവയവങ്ങൾ പരസ്പരം കലഹിക്കാറില്ലല്ലോ, എങ്കിൽ സഭയിലെ മക്കളും തമ്മിൽ കലഹിച്ചുകൂടാ. ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ തോൽപ്പിക്കാറില്ലല്ലോ, എങ്കിൽ സഭയിലെ മക്കളും തമ്മിൽ തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. അത് അപകടകരമാണ്. സഭയെ അത് തളർത്തിക്കളയും, അതിൻ്റെ മുന്നേറ്റത്തെ അത് തടയും. ഇത് നമ്മെ എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. നിർഭാഗ്യാവശാൽ എല്ലാവരും മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കുമെങ്കിലും ആരും മാനസാന്തരപ്പെടാൻ തയ്യാറാകുന്നില്ല. നിർഭാഗ്യാവശാൽ എല്ലാവരും വേദപുസ്തകത്തിലെ നല്ല പ്രമാണങ്ങളൊക്കെ നിരന്തരമെടുത്ത് പ്രയോഗിക്കുമെങ്കിലും അത് സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല. മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്ത് സമാധാനത്തെക്കുറിച്ച് നിരന്തരം എല്ലാവരും സംസാരിക്കുമെങ്കിലും സ്വയം സമാധാനത്തിനു വേണ്ടി ആരും നിൽക്കാറില്ല. ഞാൻ യേശുക്രിസ്തുവിൻ്റെ സ്വന്തം ആളാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും മറ്റേയാളെ ചൂണ്ടിക്കൊണ്ട് അവൻ യേശുക്രിസ്തുവിൻ്റെ ശത്രുവാണെന്ന് പറയാനുള്ള ശ്രമമാണ് നാം പലപ്പോഴും നടത്തുന്നത്. സ്വയം തോൽപ്പിക്കുന്നവരായി നാം മാറുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ശരീരത്തിലെ അവയവങ്ങളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാലാമതായിട്ട് ശരീരത്തിലെ അവയവങ്ങൾ ഒന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്നില്ല, ഒറ്റപ്പെട്ട് ഒരു കാര്യവും ചിന്തിക്കുന്നില്ല, ഒറ്റയ്ക്ക് ഒരു തീരുമാനവും എടുക്കുന്നില്ല. ശരീരം മൊത്തത്തിലാണ് എല്ലാം ചിന്തിക്കുന്നത്, എല്ലാം തീരുമാനിക്കുന്നത്, എല്ലാം നടപ്പിലാക്കുന്നത്. കണ്ണിന് തോന്നുന്ന കാര്യം കണ്ണ് ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നില്ല, കാലിന് തോന്നുന്ന കാര്യം കാൽ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നില്ല, കൈക്ക് തോന്നുന്ന കാര്യം കൈ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നില്ല. ഒരു മനുഷ്യന് തോന്നുന്ന കാര്യം കൈയും കാലും കണ്ണും ഒരുമിച്ച് നടപ്പിലാക്കുകയത്രേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ശരീരത്തിന് നിലനിൽപ്പും വളർച്ചയും ഒക്കെ ഉണ്ടാകുന്നത്. ഈ ശരീരത്തിൻ്റെ തീരുമാനങ്ങൾ അതാത് അവയവങ്ങളുടേത് അതാത് അവയവങ്ങൾ എടുക്കുന്നില്ലാത്തതുപോലെ സഭയാകുന്ന ശരീരത്തിൽ ആരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇത് നടപ്പിലാക്കാനും പോകരുത്.
അങ്ങനെ പോയാൽ, അതിന് ശ്രമിച്ചാൽ അത് പരാജയപ്പെടും. അത് വലിയ അബദ്ധത്തിലാണ് കലാശിക്കുക. അതുകൊണ്ട് ദൈവമക്കളെ, ഈ കാര്യത്തിൽ നാം ജാഗ്രതയുള്ളവരായിട്ട് ഇരിക്കണം. നാം പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കുകയാണ്. അത് അച്ഛനാദ്യം പറഞ്ഞ പോലെ കുടുംബം മുതൽ അങ്ങനെയാണ്. ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ അയാൾ അങ്ങ് തീരുമാനിക്കും, ഭാര്യയോട് ആലോചിക്കുന്നില്ല, ഭാര്യ അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ തന്നെ ഭാര്യ അവളുടെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിക്കും. ഭർത്താവ് പറയുന്നു, ഇന്ന് നമ്മൾ ഒരുമിച്ച് ഇന്ന കാര്യം ചെയ്യണമെന്ന് ഞാൻ ആശിക്കുന്നു. അപ്പോൾ ഭാര്യ പറയുന്നു, ഞാൻ ആശിക്കുന്നത് അങ്ങനെയല്ല, ഞാൻ ഇന്നിടം വരെ പോകാനാണ് എൻ്റെ തീരുമാനം. അവൾ അവളുടെ തീരുമാനം നടപ്പിലാക്കി, അയാൾ അയാളുടെ തീരുമാനത്തിലേക്ക് ചുവട് മാറി. അവിടെ ഒരു കൂട്ടായ്മയില്ല, ഐകമത്യമില്ല, ഒരുമിപ്പില്ല, അതുകൊണ്ട് മുന്നേറ്റവുമില്ല. ഇങ്ങനെ ഭാര്യ തെക്കോട്ടും ഭർത്താവ് വടക്കോട്ടും പോയാൽ ആ കുടുംബം ഒരിക്കലും കിഴക്കോട്ട് പോകില്ല. ഇതുപോലെയാണ് സഭയിലെ മക്കളും ഒരുമിച്ച് നിന്ന് ചിന്തിക്കേണ്ടത്. അഭിപ്രായ ഭിന്നതകളൊക്കെ സ്വാഭാവികമാണ്. അവരവർക്ക് അവരവരുടേതായ അഭിപ്രായങ്ങൾ കാണും. പക്ഷേ വിട്ടുവീഴ്ചയോടെ, പരസ്പരമുള്ള ബഹുമാനത്തോടെ, സഭയുടെ പുരോഗതിയും വളർച്ചയും ലാക്കാക്കി, ഞാനെടുത്ത നിലപാടിനേക്കാൾ നല്ലത് അവരെടുത്ത നിലപാടാണെന്ന് ബോധ്യപ്പെട്ടാൽ എൻ്റെ നിലപാട് തിരുത്തി ഞാൻ അങ്ങോട്ട് താതാത്മ്യപ്പെട്ട് താണിറങ്ങിച്ചെന്ന് എല്ലാവരും ഒരുമിച്ച് ചിന്തിച്ച്, ഒരുമിച്ച് തീരുമാനിച്ച്, ഒരുമയോടെ എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ പരസ്പരം കൈകോർക്കുന്നിടത്താണ് സഭ വളരുന്നത്, പുരോഗതിപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെയും നാം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടതുണ്ട്. സഭ എന്തുകൊണ്ടാണ് തളരുന്നത്? പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ പറഞ്ഞ ചിന്തയുമായി ബന്ധപ്പെട്ട അഞ്ചാമതൊരു ചിന്ത ഓർത്താൽ, ശരീരത്തിലെ അവയവങ്ങൾ ഒരിക്കലും ഒരു കാര്യവും സ്വാർത്ഥതയോടെ ആഗ്രഹിക്കാറില്ല. എനിക്കിന്നത് വേണമെന്ന് കൈ മാത്രമായിട്ട് ചിന്തിക്കാറില്ല. എനിക്കൊരലങ്കാരം വേണമെന്ന് തല ഒറ്റയ്ക്ക് ചിന്തിക്കാറില്ല. തലയിൽ ഒരു കിരീടം കൊണ്ട് അലങ്കരിച്ചാൽ അത് ശരീരത്തിന് മൊത്തമുള്ള അലങ്കാരമാണ്. വിരലിലൊരു മോതിരമിട്ട് അലങ്കരിച്ചാൽ അത് ശരീരത്തിന് മൊത്തമുള്ള അലങ്കാരമാണ്. അത് എൻ്റെ അലങ്കാരമാണെന്ന് വിരൽ പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അതൊരിക്കലും ശരിയാകില്ല. ഒരു കുടുംബത്തിനൊരു അലങ്കാരമുണ്ടായാൽ അത് കുടുംബത്തിന് മൊത്തത്തിലുള്ള അലങ്കാരമാണ് ആകണം. സഭയിലൊരു അലങ്കാരമുണ്ടായാൽ അത് സഭയ്ക്ക് മൊത്തത്തിലുള്ള അലങ്കാരമാണ് ആകണം. അത് എൻ്റെ അവകാശമാണെന്നോ എൻ്റെ നേട്ടമാണെന്നോ അതിന് കാരണഭൂതനായ ഒരാൾ, അല്ലെങ്കിൽ അത് സ്വീകരിച്ച ഒരാൾ അവകാശപ്പെട്ടാൽ സഭയെന്ന നിലയിലുള്ള കൂട്ടായ്മ അവിടെ വെല്ലുവിളിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരസ്പരമുള്ള ഐകമത്യത്തിൽ ഒന്നായി നിന്ന് ഒരുമയോടെ പ്രവർത്തിപ്പാനാണ് സഭാമക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരവയവത്തിന് മാത്രമായി ശരീരത്തിൽ വേദന അനുഭവപ്പെടുന്നില്ല. ശരീരം വേദനിച്ചാൽ വേദന എല്ലാ അവയവങ്ങളുമാണ് പങ്കിടുന്നത്. അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാലിലൊരു മുറിവ് പറ്റി കാല് വേദനിച്ചാൽ കാലിൻ്റെ വേദന കാല് സഹിക്കട്ടെ എന്ന് കൈ പറയുമോ? കണ്ണ് പറയുമോ? തലച്ചോറ് പറയുമോ? പ്രിയപ്പെട്ടവരെ, പറയില്ല. കാലിലൊരു മുറിവ് പറ്റിയാൽ ഈ ശരീരം ഒന്നടങ്കം ആ കാലിൽ മുറിവ് പറ്റിയ ഇടത്ത് ഏകാഗ്രതപ്പെടും. ഈ ശരീരം വളഞ്ഞു കുനിഞ്ഞു ചെന്ന ആ കാലിലെ മുറിവ് പരിശോധിക്കും. അവിടെ ആവശ്യമായ ക്രമീകരണങ്ങളും ചികിത്സകളും ഒക്കെ ചെയ്യും. കാരണം വേദനിക്കുന്നത് കാലിനല്ല, ശരീരത്തിനാണ്. എങ്കിൽ ഈ സഭയിൽ ഒരാൾക്ക് മുറിവേറ്റാൽ, ഒരാൾ വേദനിച്ചാൽ അത് എൻ്റെയും കൂടെ വേദനയാണെന്ന തിരിച്ചറിവും ആ വേദന പങ്കിടാനുള്ള മനസ്സും ആ ആളിലേക്ക് ഇറങ്ങിച്ചെന്ന് മുറിവ് കെട്ടാനുള്ള മനസ്സുമാണ് സഭാമക്കൾക്കുണ്ടാകേണ്ടത്. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് വേദനയുണ്ടായാൽ ആ കുടുംബം ഒന്നടങ്കമാണ് വേദനിക്കേണ്ടത്. ഒരു ഇടവകയിൽ ഒരു കുടുംബത്തിനൊരു തകർച്ച വന്നാൽ അത് ഇടവകയുടെ മൊത്തം തകർച്ചയായിട്ടാണ് കാണേണ്ടത്. ഇടവകയിൽ അകാലത്തൊരു ചെറുപ്പക്കാരൻ മരിച്ചൊരു സ്ത്രീ വിധവയായിപ്പോയി, കിടക്കാൻ വീടില്ല, 3-4 മക്കളുണ്ട്, എന്തു ചെയ്യണ്ടു എന്നറിയാതെ ശൂന്യതയിൽ കണ്ണു നട്ടവൾ നിലവിളിക്കുമ്പോൾ അവൾക്ക് നഷ്ടം വന്നെങ്കിൽ അവൾ സഹിക്കട്ടെ എന്ന് പറയുന്നവർ സഭയിൽ അംഗങ്ങളായിരിക്കാൻ അർഹരല്ല. ആ സ്ത്രീക്ക് വന്ന അനർത്ഥം എനിക്കും കൂടെ സംഭവിച്ചതാണ്. എന്തുകൊണ്ടെന്നാൽ അവൾ സഭയാകുന്ന ഗാത്രത്തിൽ എൻ്റെ ഭാഗമാണ്, അവളുടെ കുറവ് പരിഹരിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണെന്ന് പറഞ്ഞിട്ട് കാലിൽ പറ്റുന്ന മുറിവിലേക്ക് ശരീരം മൊത്തത്തിലായിട്ട് ഏകാഗ്രതപ്പെട്ട് ആ മുറിവ് പരിശോധിച്ച് പരിഹാരം വരുത്തുന്നത് പോലെ സഭയൊന്നടങ്കം, ഇടവകയൊന്നടങ്കം മുറിവേറ്റയാളിലേക്ക് ഏകാഗ്രതപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ സഭ എന്ന കാഴ്ചപ്പാട് യാഥാർത്ഥ്യമായി തീരുന്നത്. നാം പലപ്പോഴും ഇതൊക്കെ മറന്നു പോകുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ശരീരത്തിലെ ഒരവയവത്തിന് മാത്രമായി വിശക്കുന്നില്ല. വിശക്കുന്നത് ശരീരത്തിന് മൊത്തമാണ്.
ശരീരത്തിലെ ഒരു അവയവത്തിന് മാത്രമായി തണുപ്പ് അനുഭവപ്പെടുന്നില്ല. കുളിരുന്നത് ശരീരത്തിന് മൊത്തമാണ്. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അവയവങ്ങളായ നാം പരസ്പരം അംഗീകരിക്കുന്നവരും പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നവരും പരസ്പരം കരുതുന്നവരും പരസ്പരം അംഗീകരിക്കുന്നവരും പരസ്പരം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നവരും ആയി വേണം ജീവിക്കുവാൻ. അങ്ങനെ സഭ എന്ന കാഴ്ചപ്പാട് നമ്മുടെ നിലപാടിലൂടെ പരിപൂർണതയിലേക്ക് വളർന്നെത്തുവാൻ ഇടവരുത്തണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ ഇന്ന് നമുക്ക് പ്രബോധനം തരുമ്പോൾ ഈ കേട്ട ചിന്ത ജീവിതത്തിൽ ഏറ്റുവാങ്ങി സഭയുടെ ഏറ്റവും ചെറിയ ഘടകമായ കുടുംബത്തിലും അതിനു മുകളിലുള്ള ഘടകമായ ഇടവകകളിലും കൂട്ടായ്മകളിലും അതിനു മുകളിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളിലുമൊക്കെ ഈ കേട്ട ദൂതനുസരിച്ചുള്ളതായ ഒരു ചിട്ടപ്പെടുത്തലും ചട്ടക്കൂടുമൊക്കെ പരസ്പര വിട്ടുവീഴ്ചയിൽ രൂപപ്പെടുത്തിയെടുത്ത് ആത്മീയ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരം ഒന്നാണ്, അത് ആദരിക്കപ്പെടുന്നു എന്ന് നമ്മൾ തന്നെ അടയാളപ്പെടുത്താൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിച്ച് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, തൃപ്പാദപീഠത്തിലിരുന്ന് ഞങ്ങൾ ചിന്തിച്ചതും ധ്യാനിച്ചതുമായ ഈ വിഷയങ്ങളെല്ലാം അവിടുന്ന് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിടുന്ന് കേൾപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയും രൂപപ്പെടുത്തിയും തിരുഹിതാനുസരണം ദൈവമേ സമർപ്പിത ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ തൃക്കരം ഞങ്ങളുടെ മേൽ നീട്ടണം. അവിടുത്തെ കരം ഞങ്ങളുടെ മേൽ വയ്ക്കണം. അവിടെ നിശ്ചയിക്കുന്നത് പോലെ ഞങ്ങളെ രൂപപ്പെടുത്തണം. പരസ്പര പൂരകങ്ങളായി വർദ്ധിച്ച് പൂർണ്ണതപ്പെടുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട ദൂതനായിട്ട് കേൾപ്പിച്ച ദൂതനായിട്ട് നന്ദി. വിനയപൂർവ്വം താഴ്ത്തി പാദപീഠത്തിൽ സമർപ്പിക്കുന്ന നാഥ, മഹത്വം തമ്പുരാൻ എടുക്കണം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Somebody